Hi and welcome to a new video. In this video, I'll be discussing about AC circuit conducting pure inductance only or AC through purely inductive circuit. അപ്പോൾ ഒരു പ്യൂർ ഇൻഡക്റ്റൻസ് മാത്രം പ്യൂർ ഇൻഡക്റ്റൻസ് കിട്ടുമൊന്നുമില്ല എന്നാലും നമ്മൾ ഐഡിയൽ കൺസെപ്റ്റ്സ് പറഞ്ഞിട്ടാണ് കാര്യങ്ങളിലോട്ട് പോവുക. കാരണം ആക്ച്വൽ കേസ് വരുമ്പോൾ എന്തായാലും വയർ വരും, വൈൻഡിങ് വരും, അപ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ തൽക്കാലം അപ്പോൾ അങ്ങനെ ഉണ്ട് എന്നാണ് വിചാരിക്കുക. ഒരു ഇൻഡക്റ്റൻസ് L ആണ്, അത് സെയിം സപ്ലൈ V = Vm sin omega t ഒരു കറണ്ട് I ഇതിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ബൈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇതിന് അക്രോസ് എന്ത് ഇൻഡ്യൂസ് ചെയ്യും, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും E എന്ന് വിളിക്കുന്നു ഞാൻ അതിനെ. അപ്പോൾ അവിടെ ഒരു EMF Eയും അവിടെ ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് അറിയുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് എന്താ V = സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് V = Vm sin omega t ആണ്. ഇതാണ് നമ്മളുടെ എല്ലാ കേസിലെയും പോലെ ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുന്നു. ഇനി ഇവിടെ നമുക്ക് എന്താ പറയുക, ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്താണെന്നുള്ളത് നമുക്കറിയാം. E = എന്താണ്, LdI/dt ആണ്. E = LdI/dt ആണ് എന്താ പറയുക, വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ആൻ ഇൻഡക്ടർ എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ എന്തായിരിക്കണം, ഈ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജും നമ്മുടെ സപ്ലൈ വോൾട്ടേജും എന്താവണം, സെയിം ആവണം. ദാറ്റ് ഈസ് V ഷുഡ് ബി ഈക്വൽ ടു അല്ലെങ്കിൽ E ഷുഡ് ബി ഈക്വൽ ടു V എന്നുള്ള കണ്ടീഷൻ കിട്ടും. അതായത് നമുക്ക് എന്ന് എഴുതാം, LdI/dt വിൽ ബി ഈക്വൽ ടു വാട്ട്, Vm sin omega t എന്നുള്ള ഒരു റിലേഷൻ ഇവിടുന്ന് കിട്ടും. നമുക്ക് വേണ്ടത് കറണ്ടാണ്, കറണ്ടിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ കറണ്ട് എത്തിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എനിക്ക് DIനെ ഞാൻ അവിടെ നിർത്തി എന്ന് വിചാരിക്കുക, ബാക്കിയുള്ള ആൾക്കാരനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ DIനെ അവിടെ നിർത്തി കഴിഞ്ഞാൽ ബാക്കി അപ്പുറത്ത് എന്താ ഉള്ളത്, ഈ എല്ലാം അങ്ങോട്ട് പോകുമ്പോൾ 1/L ആവും. പിന്നെ ഒരു Vm ഉണ്ട്, അപ്പോൾ Vm/L വരും. ബാക്കി സൈൻ ഒമേഗ ടി dt എന്നുള്ള രീതിക്ക് വരും. അപ്പോൾ ഇനി ഞാൻ രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ DI = Vm/L കോൺസ്റ്റൻ്റ് ആയിട്ട് മാറ്റി വയ്ക്കുന്നു. ബാക്കി ഇൻ്റഗ്രൽ സൈൻ ഒമേഗ ടി dt. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ DIനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന അത് I ആവുന്നു. അപ്പുറത്ത് Vm/L ഉണ്ട്. സൈൻ ഒമേഗ ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ എന്ത് വരും, ഒരു ഒമേഗ വരും. ഓക്കെ, ഇതിനെ ഞാനൊന്ന് എങ്ങനെ സിംപ്ലിഫൈ ആക്കുന്നു, Vm/ താഴത്ത് ഇപ്പോൾ അത് L ഒമേഗ എന്നായി, L ഒമേഗ അല്ലെങ്കിൽ ഒമേഗ L എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഈ ഒരു മൈനസ് കിടക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം നമ്മളെ V = Vm sin omega t ആണ്, സൈനിലാണ് കിടക്കുന്നത്. ഇവിടെ സൈൻ മാറിയിട്ട് എന്തായിട്ടുണ്ട്, കോസ് ആയിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് തിരിച്ച് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിന് ഞാൻ എങ്ങനെ മാറ്റും എന്നുള്ളതാണ്. അപ്പോൾ സൈനിനെ നമുക്ക് കോസിനെ നമുക്ക് സൈൻ ആക്കാൻ അറിയാം. കോസിനെ സൈൻ ആക്കാൻ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ ഒരു മൈനസ് ഉണ്ട്, മൈനസ് തൽക്കാലം ഇവിടെ ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. സൈൻ 90 - θ ആണ് കോസ് തീറ്റ അല്ലേ. ഇപ്പോൾ സൈൻ 90 - θ സൈൻ π/2 എന്ന് എഴുതുന്നു ഞാൻ, മൈനസ് ഒമേഗ ടി എന്നുള്ള രീതിക്ക് എഴുതാം. ഈ മൈനസ് ഇതിൻ്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ എന്താ പറയുക, സൈൻ - θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഓഫ് -θ എന്നറിയാം. അപ്പോൾ ഇവിടെ Vm/L ഒമേഗ അവിടെ ഉണ്ട്. ബാക്കി മറ്റേതിന് ഉള്ളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ അതെന്തായി മാറും, സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് π/2 എന്നുള്ള രീതിക്ക് മാറും. ഇനി ഈ Vm/L ഒമേഗനെ ഞാൻ Im എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ എനിക്ക് ഇവിടെ എന്ത് എഴുതാം, I = Im സൈൻ ഒമേഗ ടി മൈനസ് π/2. ഇതാണ് എൻ്റെ ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് വരുന്നത്. ഞാൻ എടുത്തിട്ടുള്ള ഒരു അസംഷൻ എന്ന് പറയുന്നത് Im = എന്തായിരുന്നു, Vm/L ഒമേഗ. ഓക്കെ, അപ്പോൾ അതിലോട്ട് ഞാൻ വരുന്നുണ്ട്. അതിന് മുന്നേ ഈ കാര്യം ഒന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഇതാണ് I എന്താ കിട്ടിയിട്ടുള്ളത്, Im sin omega t എന്നാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ V = Vm sin omega t, I = Im sin omega t മൈനസ് π/2. ഇതാണ് ഞാൻ വോൾട്ടേജ് ഇവിടെ ആദ്യം തന്നെ വരച്ച് വെച്ചിട്ടുണ്ട്. കറണ്ട് ഇതിൽ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക, മൈനസ് π/2 ആണ്. 90 ഡിഗ്രിക്ക് ശേഷമാണ് ആര് തുടങ്ങുന്നുള്ളൂ, കറണ്ട് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കറിയാം വോൾട്ടേജിൻ്റെ പീക്കിലെത്തുന്ന ആ ഒരു പോയിന്റാണ് എന്ത്, π/2 എന്ന് പറയുന്നത്. അടുത്തത് 3π/2ലാണ് അടുത്ത എന്താ പറയുക നെഗറ്റീവ് പീക്കിൽ എത്തുന്നത്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ രീതിക്ക് ഞാനിവിടെ കറണ്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഇവിടുന്ന് വേണം എൻ്റെ കറണ്ട് തുടങ്ങാനായിട്ട് അല്ലേ. ഈ ഒരു രീതിക്കാണ് എന്തുണ്ടാവുക. പിന്നെ ഇവിടെ കൂടെ ആവും 0-ലെത്തുക. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിനെ ബാക്കിലേക്കും എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. ഇതാണ് എൻ്റെ I എന്ന് പറയുന്നത്. അപ്പോൾ ഐയും കൂടി ഞാനിവിടെ വരച്ചു. അപ്പോൾ കറണ്ട് ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ പറയാം, the current I in a purely inductive circuit lags the voltage by an angle π/2.
അതായത് ഇവിടെ നമുക്ക് എന്തുണ്ട്, ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു π/2 ഓർ 90 ഡിഗ്രി. അപ്പോൾ ഫേസർ വരയ്ക്കുമ്പോൾ ഞാൻ എങ്ങനെ വരയ്ക്കേണ്ടി വരും? ആദ്യം വോൾട്ടേജിനെ എല്ലാ വട്ടത്തെയും പോലെ വോൾട്ടേജ് ആദ്യം വരച്ച് കഴിഞ്ഞാൽ കറണ്ട് 90 ഡിഗ്രി ലാഗിങ് ആണ്, 90 ഡിഗ്രി അവിടെ വരണം, പിന്നിലായിട്ട് വേണം കറണ്ട് വരാനായിട്ട്. ഇതാണ് ഇവിടുത്തെ ഒരു കേസ് എന്ന് പറയുന്നത്, AC ത്രൂ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. ഓക്കെ, ഇതിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇവിടെ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് പവറിൻ്റെ ഡെറിവേഷനിലോട്ട് പോകാം. ഇവിടെ ഞാൻ എഴുതിയത് I ഈസ് ഈക്വൽ ടു എന്താ പറയുക, VM/L⍵. അപ്പോൾ VM/L⍵, പ്യുവർ റെസിസ്റ്റീവിലെ VM/R ആയിരുന്നു. അപ്പോൾ ആ VM കഴിഞ്ഞിട്ട് VM/L⍵ എന്ന് പറഞ്ഞ് നിൽക്കുന്നതിനെ വിളിക്കുക നമ്മൾ XL എന്നാണ് വിളിക്കുക. XL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അപ്പോൾ L⍵. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf എന്നറിയാലോ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിനെ 2πfL എന്നൊക്കെ എഴുതാം. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. അതായത് റെസിസ്റ്റൻസിന് സിമിലർ ആയിട്ടുള്ള ഇക്വാലന്റ് ഇൻഡക്റ്റൻസിന്റെ വാല്യൂ ആണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. 2πfL ആണ്. ഇതിന്റെ യൂണിറ്റും അഗൈൻ എന്ത് തന്നെയാണ്, ഓം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഒരു AC ആൾട്ടർനേറ്റിംഗ് സർക്യൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇൻഡക്റ്റൻസ് കാണിക്കുന്ന ഇക്വാലന്റ് റെസിസ്റ്റൻസ് ഓപ്പോസിനെയാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇതേപോലെ ഇനി കപ്പാസിറ്റി റിയാക്റ്റൻസ് നമുക്ക് പഠിക്കാനുണ്ട്, അത് കപ്പാസിറ്റൻസിന്റെ കേസിൽ. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഇതിലത്തെ ആവറേജ് പവറിലോട്ട് എങ്ങനെ എത്താം എന്നുള്ളത് നോക്കാം. അപ്പോൾ ആവറേജ് പവറിലോട്ട് എത്താണ് വേണ്ടത്. ഇപ്പോൾ നെക്സ്റ്റ് നമുക്ക് ആവറേജ് പവർ ആണ്. അപ്പോൾ അവിടെ നേരത്തെ ചെയ്താറുന്ന അതേപോലെ തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആദ്യം എന്താ, ഇൻസ്റ്റൻറ്റേനിയസ് പവർ എഴുതുന്നു, അതിൽ നിന്ന് ആവറേജ് പവറിലോട്ട് വരുന്നു. ഇപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് പവറിനുള്ള എക്സ്പ്രഷൻ എന്തായിരുന്നു, സ്മോൾ ലെറ്റർ P ഈസ് ഈക്വൽ ടു V × I ചെയ്താൽ മതി. V നമുക്കറിയാം എന്താ, VM sin ω_t ആണ്. I നമുക്ക് ആ ഡെറിവേഷൻ്റെ ഇടയിൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു മൈനസ് കോസ് എന്താ പറയുക, വേണമെങ്കിൽ നമുക്ക് അതിനെന്ത് എഴുതാം, -Im cos ω_t എന്നുള്ള രീതിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ഇല്ലേ. ഇവിടെ വരുമ്പോൾ മൈനസ് കോസ് ω_t, അതിനാണ് നമ്മൾ പിന്നീട് മാറ്റി എഴുതുക. അപ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം, -VMIm sin ω_t cos ω_t എന്ന് വരും. sin ω_t cos ω_t. ഈ -VMIm sin ω_t cos ω_t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, sin θ cos θ 2 sin θ cos θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin 2θ ആണ്. അപ്പോൾ ഇവിടെ എനിക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, sin 2ω_t /2 എന്ന് വരും അല്ലേ. ഇതാണ് എൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് പവർ. എനിക്ക് വേണ്ടത് ആവറേജ് പവർ ആണ്. ആവറേജ് പവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്താൽ മതി, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രൽ ഓവർ 1 സൈക്കിൾ ഞാൻ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, P. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട, കാര്യം ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, സൈൻ മാത്രമേ ഉള്ളൂ. ഒരു സൈനെ കംപ്ലീറ്റ് സൈക്കിളിലെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് എന്താണ്, 0 ആണ്. അപ്പോൾ 0 ആണ് എനിക്ക് ഇവിടുത്തെ ആവറേജ് പവർ കിട്ടുക, 0 വാട്ട്സ് ആണ്. അപ്പോൾ ഇതിൽ ഇൻസ്റ്റൻറ്റ് ആവറേജ് പവർ എന്തിലില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്, പ്യുവർലി ഇൻഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടിൽ. അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഫിഗറിന് പറയാനും പറ്റും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ എൻ്റെ എന്താ പറയുക, വോൾട്ടേജ് ബ്ലൂ ആയിട്ടുള്ളത് വോൾട്ടേജ്, ഇതെൻ്റെ കറണ്ട്, വോൾട്ടേജും കറണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുക ഇനി ഓരോ കേസിലും. ഇപ്പോൾ നമുക്ക് ഓരോ സെക്ഷൻസ് 90 ഡിഗ്രി സെക്ഷൻസ് ആയിട്ട് എടുക്കാം. ഫസ്റ്റ് 90 ഡിഗ്രി സെക്ഷനിൽ വോൾട്ടേജ് പോസിറ്റീവാണ്, കറണ്ട് നെഗറ്റീവാണ്. അപ്പോൾ പ്രൊഡക്റ്റ് എന്തായിരിക്കും, നെഗറ്റീവ്. അപ്പോൾ ഈ ഒരു രീതിക്കുള്ളൊരു പവറാണ് ഇവിടെ കിട്ടുക. ഇനി അടുത്ത സെക്ഷനിൽ വോൾട്ടേജും കറണ്ടും പോസിറ്റീവാണ്. അപ്പോൾ അഗൈൻ എനിക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കറണ്ട് കിട്ടും, എന്താ പവർ കിട്ടും. ഇൻസ്റ്റൻറ്റേനിയസ് പവറിൻ്റെ ഇതാണ് വരയ്ക്കുന്നത്. വീണ്ടും അഗൈൻ വോൾട്ടേജ് നെഗറ്റീവ്, കറണ്ട് പോസിറ്റീവ്, വീണ്ടും ഒരു നെഗറ്റീവ്, രണ്ടുപേരും നെഗറ്റീവ്. ഇപ്പോൾ ഇങ്ങനെ വരും. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഒരു ഫുൾ ഇതിൻ്റെ കേസ് എടുത്ത് കഴിഞ്ഞാൽ, വേവിൻ്റെ കേസ് എടുത്താൽ പോസിറ്റീവ് നെഗറ്റീവ് വരുന്നുണ്ട്, ഈക്വൽ പോസിറ്റീവ്, നെഗറ്റീവ് വരുന്നുണ്ട്, ഈക്വൽ പോസിറ്റീവ്. ഇതാണ് ഇൻസ്റ്റൻറ്റേനിയസ് പവറിൻ്റെ ആ ഒരു പ്ലോട്ട് വരുന്നത്. ഇതിനെ ആവറേജ് എടുത്ത് എന്തായാലും ആവറേജ് എന്തായിട്ട് പോകും, 0 ആയി പോകും. ഇപ്പോൾ ആവറേജ് പവർ ഈ ഒരു കേസിൽ എന്താണ്, പ്യുവർ ഇൻഡക്റ്റൻസിൻ്റെ കേസിൽ 0 ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യം, current lags by 90 degree and average power is 0. ഇൻസ്റ്റൻറ്റേനിയസ് പവർ ഉണ്ടായിരിക്കും, ബട്ട് ആവറേജ് പവർ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ പിന്നെ ഇവിടെ നമ്മൾ പഠിച്ചത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്.